നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തിരക്കഥയിൽ എഴുതി ഉണ്ടാക്കാവുന്ന ഒരു സിനിമയല്ല. ഇപ്പം ദൃശ്യം പോലെയൊക്കെ ആണെങ്കിൽ ദൃശ്യത്തിൽ പറയുന്നുണ്ട് ഓഗസ്റ്റ് 1-ാം തീയതി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അന്ന് പാറേപ്പള്ളിയിൽ പെരുന്നാളിന് പോയത് എന്ന് പറയുന്ന പോലെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, അതിൻ്റെ ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഹോട്ടലിൽ ഒരു പരിചയം ഉണ്ടാക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ അതൊന്നും നടക്കില്ല. ജീവിതത്തിൽ എന്ന് വെച്ചാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിഷമം വരുന്നത് അവരുടെയൊക്കെ വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് കളയുന്നതിലാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും DGP ആണെങ്കിലും അവരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ സത്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം എന്താ പറയുക, നമുക്കതിനകത്ത് യാതൊരു ഒരു സങ്കടപ്പെടേണ്ട കാര്യങ്ങളില്ല. അതായത് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്താ പറയുക, ഇപ്പം മുഖ്യമന്ത്രി ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒരാളുടെ മാത്രമല്ലല്ലോ, അവർ തെളിവുകളെ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന ആൾക്കാരല്ലേ. അപ്പം തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും, അതായത് അൻസിബ കുറേ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, എന്താ പറയുക, വളരെ ഒരു പോരാളിയുടെ മുഖത്തോടു കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ നിന്ന് വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ് എനിക്കിപ്പോൾ ആ കുട്ടിയോടുള്ളത്. ഒരു കാരണവശാലും ഇത്രയൊക്കെ ചെയ്തെങ്കിൽ പോലും എനിക്ക് ആ കുഞ്ഞിനോട് യാതൊരു വിധത്തിലുള്ള വിരോധവും ഇല്ല എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എന്നല്ല, തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ എന്താ പറയുക, ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അൻസിബ ഇത്തരൊരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പോൾ CCTV ഇല്ലെങ്കിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് വിത്ത് ടൈം പ്രൂഫ്. അത് അൻസിബ മനസ്സിലാക്കിയിരുന്നില്ല. മുഴുവൻ കാര്യങ്ങളും, അതായത് 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞങ്ങൾ ടോട്ടൽ SI മാഡത്തിന്റെ ക്യാബിനിൽ സ്പെൻഡ് ചെയ്തത്. അത് മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും ACP മനോജ് സാറിന് കൈമാറിയിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥയായിട്ട് പരിചയമുണ്ട്? എനിക്ക് യാതൊരു പരിചയവുമില്ല. ഞാൻ അതിന് മുൻപോ ശേഷമോ ആ മാഡത്തിനെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. രണ്ടാമത് അമ്മയിലെ ഒരു ജീവനക്കാരി നൽകിയ പരാതിയായിട്ട് സംബന്ധിച്ചുള്ള കുറിച്ചുള്ള പ്രതികരണം. അമ്മയിലെ വനിതാ ജീവനക്കാരി ഞങ്ങൾക്കും പരാതി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിന് നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്കെതിരെ വീണ്ടും കേസുകൾ വരികയും അതിനെ തുടർന്ന് ആ കുട്ടി മറ്റൊരു പരാതി ഞങ്ങളുടെ സെക്രട്ടറിക്കെതിരെ കൊടുത്തതായിട്ടുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി പറയാനാണ് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ആരുടെ പരാതി? അതുല്യ പരാതി. അത് ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ഞങ്ങൾക്ക് ഓൾറെഡി അതിന്റെ കംപ്ലൈന്റ് കിട്ടിയതായിരുന്നു. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ജനറൽ ബോഡിയിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും. ജനറൽ ബോഡിയിൽ സംസാരിക്കും തീർച്ചയായിട്ടും. ഈ പരാതി കഴമ്പുണ്ടെന്നാണോ മാഡം പറയുന്നത്? ഏത് പരാതിയില്? തീർച്ചയായിട്ടും കഴമ്പുണ്ട്. ഓക്കെ, ശരി.